നമസ്കാരം. മധുചന്ദ്രികയിലൂടെ ഒരു പിടി നല്ല ഗാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? ഇന്നത്തെ നമ്മുടെ അതിഥി മികച്ച ഗായകൻ ശ്രീ സുദീപ് കുമാറാണ്. ജയൻ സാറിനോടൊപ്പം ഉള്ള ഓരോ നിമിഷവും ആസ്വദിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, കണ്ടു പഠിക്കാറുണ്ട്, കേട്ടും പഠിക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ചൊരു ഷോയിൽ ഇതുപോലെ ആദ്യമായിട്ടാണ്. അതിൻ്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ദേവരാം മാസ്റ്റർ പാട്ടുകളൊക്കെ ഇപ്പോൾ പഠിച്ചു പ്രോഗ്രാമിന് പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും റഫി സാഹിബിൻ്റെ പാട്ടുകൾ പഠിക്കണം, പിന്നെ ദാസേട്ടൻ്റെ പാട്ടുകൾ പഠിക്കണം. അങ്ങനെ മഹാഗായകരുടെയൊക്കെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞ് എൻ്റെ പാട്ട് പഠിക്കണമില്ല കേട്ടോ, നിങ്ങൾ ബാക്കിയുള്ളവരുടെ പാട്ടുകൾ പഠിച്ചാൽ മതി എന്ന് എന്നെ ആദ്യം പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ആ ഉപദേശം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാനത് വേറൊരു രീതിയിലാണ് എടുത്തത്. അതിനെ ഞാൻ ആ അർത്ഥത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ല. അന്ന് മുതലാണ് ഞാൻ ശരിക്കും ജയൻ സാറിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി. ഇതൊരു കമ്പോസർ, ഞാൻ ഇത്ര ഒരു കമ്പോസറിൻ്റെ ഞാനൊരു ഇതെന്താന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്തെല്ലാം വികാരങ്ങൾ, എത്ര വികാരങ്ങൾ മലയാള സിനിമയിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരുപാട് കൂടുതൽ വികാരങ്ങൾ മലയാള സിനിമയിൽ. ഇപ്പോൾ തമിഴിൽ ഓഫ്കോഴ്സ് തമിഴിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉണ്ടെന്നുള്ള എംഎസ്വിയാണ്. ഞാൻ പറഞ്ഞു നമുക്കില്ലാത്തൊരു വികാരം അദ്ദേഹത്തിന് മാത്രമുള്ളൊരു വികാരമുണ്ട്, അത് നമുക്കറിയില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ പാട്ടിലേ. അതല്ലാണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് പല പല വികാരങ്ങൾ ദേവരാം മാസ്റ്ററാണ്. ഒരു ജീനിയസ്. ഓരോരുത്തരും ഇപ്പോൾ കണ്ണൻ സാറ് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കണ്ണൻ സാറ്, കോട്ടീശ്വർ റാവു എക്സ്പേർട്സാണ്, ഗ്രേറ്റ്. അവർ ബ്രില്യൻറ്റ് ഫെലോസ്. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ട് ശരം തൊടുത്തു, മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. എപ്പോഴും നമ്മളൊരു പാട്ടിൻ്റെ ഒറിജിനൽ പോലെ പാടാനാണ് മറ്റേ എല്ലാവരും ശ്രമിക്കുന്നത്. പൊതുവെ അങ്ങനെയാണ് നമ്മുടെ പൊതുവെ. പക്ഷേ ജയൻ സാർ പാടുമ്പോൾ വേറൊരു സിംഗറുടെ പാട്ട് പാടി, ഇപ്പോൾ ദാസാറിൻ്റെ പാട്ട് പാടുമ്പോഴും റഫി സാഹിബിൻ്റെ പാട്ട് പാടുമ്പോഴും അതിന് വേറൊരു മുഖം വരും ആ പാട്ടിൽ. ഞാൻ ആ പാട്ട് എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം കൊടുക്കുന്നത് വ്യത്യസ്തമാണ്. അതാണ് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ അതിനെ കാണുന്നു, എൻ്റെ വരികൾക്ക് എന്താ അർത്ഥം എൻ്റെ മനസ്സിൽ തോന്നുന്നത്, അങ്ങനെ പാടി ഞാൻ. അതുകൊണ്ടാണ് ഇൻഡിവിജ്വാലിറ്റി തീർച്ചയായിട്ടും ആ പാട്ടിൽ. ഇളമണ്ടൂർ പാട്ടത്തിലെ ഇണക്കുയിലെ അല്ല, അതിനൊരിക്കലും നമുക്കൊരു ഒരു മ്യൂസിക്കൽ ആയിട്ട് ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെവിടെയാണ് അങ്ങനെ സ്റ്റൈലാണ്. പിന്നെ ഈ MSV സാറിൻ്റെ തമിഴ് പാട്ടുകൾ കുറേ പാട്ടുകൾ പാടിയിട്ടില്ലേ സിനിമകൾ? അതിൽ പല പാട്ടുകളും ഇപ്പോഴും നമുക്ക്. ഞാൻ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്നൈയിൽ നിന്ന് ഒരു ദിവസം ഒരു വോൾവോ ബസ്, എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അതേ കിട്ടിയുള്ളൂ. ഞാൻ തിരുവനന്തപുരത്തേക്ക് അന്ന് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരും. വോൾവോയിൽ വരുമ്പോൾ അവർ MP3 പ്ലേ ചെയ്തിരിക്കുക. അതിൽ കുറേ തമിഴ് പാട്ടുകൾ 100 പാട്ടുകൾ പ്ലേ ചെയ്തിട്ടുണ്ടാകും. രാത്രിയിൽ വണ്ടി വിട്ട് കുറേ സമയം കഴിഞ്ഞ് പ്ലേ ചെയ്താൽ. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പാട്ടുകൾ ജയൻ സാറിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടു. അതിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. അതെ, അതിൽ നമ്മളിപ്പോൾ പോപ്പുലറായ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. പല പാട്ടും നമ്മുടെ കൂട്ടുകാർ മനോഹരൻ പുള്ളി കേൾപ്പിക്കുമ്പോഴാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്. അത് രാജ സാറിൻ്റെ പാട്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ പൂമുടിത്ത്, അതെല്ലാം രാജ സാറിൻ്റെ പാട്ടുകളല്ലേ? അതിൽ ഏതെങ്കിലും സാറിൻ്റെ ഓർമ്മയുള്ളത്? പൂമുടിത്ത് പൊട്ട് വെച്ച വട്ടനില വണ്ണപ്പുറ പുതു വസന്ത വിഴ, പൂമുടിത്ത് പൊട്ട് വെച്ച വട്ടനില. അതല്ല, അതിൽ തന്നെ പറഞ്ഞു വിഴിയെ വിളക്കൊன்று ஏற்று விழுந்தேன் உன் மார்பில் நேற்று விளக்கேற்றும்
கண்ணையே மயங்கினேன் சொல்ல தயங்கினேன் உன்னை விரும்பினேன் உயிரே தினம் தினம் உந்தன் தரிசனம் பெற தவிக்கிறேன் மனமே தன்னை